Good morning. Sensation and responses in part 3 വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പാർട്ട് 1 and 2 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, ഒന്ന് വേഗം പോയി കാണുക, അതിനുശേഷം ഈ ഒരു വീഡിയോ കൂടി കാണുക. ഈ വീഡിയോ ആണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട്. അതായത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വേഗം പോയി പാർട്ട് 1 and 2 കാണുക, അതിനുശേഷം ഈ ഒരു വീഡിയോ കൂടി കാണുക. നമ്മൾ എവിടെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്? നമ്മൾ പാർട്സ് ഓഫ് ബ്രെയിൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ല നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. മിസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫിഗർ ഒന്ന് വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട്. നമ്മൾക്ക് എക്സാമിന് എന്താ ചോദിക്കുക, ഈ പാർട്സ് ഒക്കെ ലാബിൽ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താ, അതിന്റെ ഫംഗ്ഷൻസ് ആണെങ്കിലും അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ആണെങ്കിലും നമുക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തെറ്റിക്കരുത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ മിസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓരോ പാർട്സ് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത്. എന്ത് കാണുന്നുണ്ട്, കുറെ ഫോൾഡ് പോലെ കാണുന്നുണ്ട് അല്ലേ? അതാണ് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത്. ഇതിലൊരു കോളിഫ്ലവർ പോലെ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ സെറിബെല്ലം. അങ്ങനെയാണെങ്കിൽ സെറിബ്രത്തിന്റെ അടിയിലുള്ള ഭാഗം ഏതാണ്? അതാണ് നമ്മുടെ തലാമസ് എന്ന് പറയുന്നത്. തലാമസിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ, ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഇനി മെഡുല്ല ഒബ്ലങ്കേറ്റ, ഇതാണ് നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറയുന്ന ഭാഗം. അതായത് നമ്മുടെ സെറിബെല്ലത്തിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു സൈഡാണ് നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ക്ലാസ് നമ്മൾ എവിടെയാണ് പറഞ്ഞു വെച്ചത്, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ പാർട്സ് ഓഫ് ബ്രെയിൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ക്ലാസ് ചെയ്യാൻ പോകുന്നത്, അതിന്റെ ഡിസ്ക്രിപ്ഷൻസും കൂടി നമുക്ക് നോക്കാനുണ്ട് അല്ലേ? പാർട്സ് ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാ തരാ, നമുക്ക് ഈ ഒരു ഡയഗ്രം തരും, എന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, നമ്മളോട് ലേബൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യണം, കറക്റ്റായി നമ്മൾ ലേബൽ ചെയ്യണം, തെറ്റിക്കാൻ പാടില്ല. അത് നോക്കിയാലോ നമുക്ക് വീണ്ടും ആ പാർട്സ് ഒക്കെ. ഓക്കെ, അതിൽ ഇതാണ് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് കാണുന്നുണ്ട്, കുറെ ഫോൾസ് പോലെ സംഭവം കാണുന്നുണ്ട്. ഈ ഒരു ഫോൾസ് കാണുന്നതാണ് നമ്മുടെ എന്ത് പറയാ, സെറിബ്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ഇത് നമ്മുടെ സെറിബെല്ലം ആണ്. ഒരു കോളിഫ്ലവർ പോലൊക്കെ കാണുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ സെറിബെല്ലം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇതാണ് നമ്മുടെ തലാമസ് എന്ന് പറയുന്ന ഭാഗം. അതായത് നമ്മുടെ സെറിബ്രത്തിന്റെ താഴെയുള്ള ഒരു ഭാഗമാണ് തലാമസ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഈ തലാമസിന്റെ താഴെയുള്ള ചെറിയൊരു ഭാഗമുണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയാ, ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെഡുല്ല ഒബ്ലങ്കേറ്റ. എവിടെയാണ് ഈ മെഡുല്ല ഒബ്ലങ്കേറ്റ ഉള്ളത്? അതായത് നമ്മുടെ സെറിബെല്ലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ലാബിൽ ചെയ്യാൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായി ഒന്ന് ലാബിൽ ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ പാർട്ടിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നമ്മളെ സെറിബ്രത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. എന്താണ് നമ്മുടെ സെറിബ്രം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിന്റെ ലാർജസ്റ്റ് പാർട്ട് ആരാണ്? നമ്മുടെ സെറിബ്രം ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ആ ഡാഷിൽ നമ്മൾ എന്ത് ഫില്ല് ചെയ്യണം, സെറിബ്രം ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, നമ്മുടെ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആരാണ്? സെറിബ്രം ആണ്, മറക്കരുത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താണ്, ന്യൂമറസ് ഫിഷറീസ് ആൻഡ് ഫോൾസ് ആർ സീൻ. അതായത് ഫിഷറീസും ഫോൾസും എവിടെ കാണുന്നുണ്ട്, നമ്മുടെ സെറിബ്രത്തിൽ കാണുന്നുണ്ട്. ഒന്ന് നോക്കിയാലോ, മിസ് ഓൾറെഡി പറഞ്ഞതാണ്. എന്ത് കാണുന്നുണ്ട്, ഇവിടെ കുറെ ഫോൾഡ് കാണുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഫിഷറീസും കാണുന്നുണ്ട്. എവിടെയാണ് ഇത് കാണുന്നത്, നമ്മുടെ സെറിബ്രത്തിനകത്താണ് ഇത് കാണുന്നത്. ഓക്കെ, നമ്മുടെ തേർഡ് പോയിന്റ്, ദ ഗ്രേ കളർഡ് ഔട്ടർ പാർട്ട് ഓഫ് സെറിബ്രം ഈസ് കോൾഡ് കോർട്ടെക്സ് ആൻഡ് വൈറ്റ് കളർഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല്ല. നമ്മുടെ ഗ്രേ കളർഡ് ഔട്ടർ പാർട്ടിന് എന്താണ് പറയുന്നത്, നമ്മൾ കോർട്ടെക്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇന്നർ പാർട്ട് വൈറ്റ് ആണ്, അതെന്താണ്, മെഡുല്ല. നമ്മുടെ സെറിബ്രത്തിന്റെ ഔട്ടർ പാർട്ട് എന്താണ്, ഗ്രേ കളർ ആണ്, അതിന് എന്ത് പറയും, കോർട്ടെക്സ് എന്ന് പറയും. ഇന്നർ പാർട്ടിന് നമ്മൾ എന്ത് പറയും, മെഡുല്ല എന്ന് പറയും. അതിന്റെ കളർ എന്താണ്, വൈറ്റ് ആണ്, മാറിപ്പോകരുത്. ഓക്കെ, നെക്സ്റ്റ്, സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. അതായത് നമ്മുടെ തോട്ട് ആണെങ്കിലും ഇന്റലിജൻസ് ആണെങ്കിലും മെമ്മറി ആണെങ്കിലും ഇമാജിനേഷൻ ആണെങ്കിലും ഇതിന്റെയൊക്കെ കേന്ദ്രം എവിടെയാണ്, നമ്മുടെ സെറിബ്രത്തിന്റെ അകത്താണ്. ഓക്കെ അല്ലേ? അതിന്റെ കേന്ദ്രം ആരാണ്, നമ്മുടെ സെറിബ്രം ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇവോക്ക് സെൻസേഷൻ, സംവേദനം ഉണർത്തുക. അതും ആരാണ് ചെയ്യുന്നത്, നമ്മുടെ സെറിബ്രമാണ് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ്, കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്. എന്താണ് ഈ വോളണ്ടറി എന്ന് പറഞ്ഞാൽ, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന മൂവ്മെന്റ്സ്, അതാണ് നമ്മുടെ എന്ത് പറയുന്നത്,
നമ്മുടെ വോളണ്ടറി എന്ന് പറയുന്നത്, ഇതും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രം ആണ്. അപ്പൊ ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ, നമ്മുടെ ലാർജസ്റ്റ് പാർട്ട് ആരാണ്? നമ്മുടെ സെറിബ്രം ആണ്. എന്താണ് കാണുന്നത്? കുറെ ഫിഷറീസും ഫോഴ്സും എവിടെ കാണുന്നുണ്ട്? നമ്മുടെ സെറിബ്രത്തിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഗ്രേ കളർ പാർട്ട്, അത് ഔട്ടർ പാർട്ടാണ്. ഗ്രേ കളർ പാർട്ട് ആരാണ്? നമ്മുടെ കോർട്ടെക്സ് ആണ്. അതുപോലെ വൈറ്റ് കളർ പാർട്ട് ആരാണ്? നമ്മുടെ മെഡുല്ല ആണ്, അത് ഇന്നർ പാർട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഇതിനൊക്കെ സെന്റർ എവിടെയാണ്? നമ്മുടെ സെറിബ്രത്തിനകത്താണ്. ഓക്കെ, നെക്സ്റ്റ് ഇവോക്ക് സെൻസേഷൻ, അതായത് നമ്മുടെ സംവേദനം ഉണർത്തുന്നത്. ആ ഡ്യൂട്ടി ആർക്കാണ്? നമ്മുടെ സെറിബ്രത്തിനാണ്. നെക്സ്റ്റ് കൺട്രോൾസ് വോളണ്ടറി ആക്ഷൻസ്, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രം ആണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പാർട്ട് എന്താണ്? നമ്മുടെ സെറിബെല്ലം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെറിബെല്ലം എന്താണ്? സെറിബെല്ലം ഇറ്റ് ഈസ് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. അതായത് നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആരാണ്? സെറിബെല്ലം ആണ്. ഫസ്റ്റ് പാർട്ട് ആരായിരുന്നു? സെറിബ്രം ആയിരുന്നു. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് ടു ഫ്ലാപ്സ്. സെറിബെല്ലം എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ സെറിബ്രത്തിന്റെ ബാക്കിലായിട്ട് എന്ത് കാണുന്നുണ്ട്? രണ്ട് ഫ്ലാപ്സ് ആയിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ സെറിബെല്ലം കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഷറീസ് ആൻഡ് ഗ്രൂവ്സ് ആർ പ്രസന്റ്. എന്ത് കാണുന്നുണ്ട്? കുറെ ഫിഷറീസും കാണുന്നുണ്ട്, അതുപോലെ ഗ്രൂവ്സും കാണുന്നുണ്ട്. നമ്മൾ സെറിബ്രത്തിന്റെ കേസിൽ എന്താണ് പഠിച്ചത്? ഫോഴ്സ് ആൻഡ് ഫിഷറീസ്. ഇവിടെ എന്താണ്? ഫിഷറീസ് ആൻഡ് ഗ്രൂവ്സ് ആണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിലെ ഇക്വിലിബ്രിയം, ഒരു സ്ഥിരത ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? നമ്മുടെ സെറിബെല്ലമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ്. നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസ് ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? അതും നമ്മുടെ സെറിബെല്ലമാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒന്ന് നോക്കിയാലോ, ഫിഗർ ഒന്ന് നോക്കിയാലോ. എവിടെയാണ് സെറിബെല്ലം ഉള്ളത്? ഇവിടെയാണ് നമ്മുടെ സെറിബെല്ലം ഉള്ളത്. അതായത് സെറിബ്രത്തിന്റെ ബാക്കിലായിട്ട് രണ്ട് ഫ്ലാപ്സ് ആയിട്ടാണ് അത് കാണുന്നത്. എന്ത് കാണുന്നുണ്ട്? ഇവിടെ നമ്മൾ ഫിഷറീസും ഗ്രൂവ്സും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഫിഷറീസും ഗ്രൂവ്സും ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ എന്താണ് അതിന്റെ ഫങ്ഷൻസ് പഠിച്ചത്? അതായത് നമ്മൾ പഠിച്ചു കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. ഇമ്പോർട്ടന്റ് ആണ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അതുപോലെ എന്താണ്? നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെറിബെല്ലമാണ്. ക്ലിയർ ആയില്ലേ? ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഈ ഒരു സെറിബെല്ലത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ ആണ്. ഓക്കെ അല്ലേ? മെഡുല്ല ഒബ്ലങ്കേറ്റ എന്താണ്? മെഡുല്ല ഒബ്ലങ്കേറ്റ, ദ റോഡ് ഷേപ്ഡ് മെഡുല്ല ഒബ്ലങ്കേറ്റ ഈസ് സീൻ നിയർ ദ സെറിബ്രം ആൻഡ് ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം. എന്താണ്? സെറിബ്രം സെറിബെല്ലത്തിന്റെയും അടുത്തായിട്ടാണ് കാണുന്നത്. അതായത് നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ എവിടെയാണ്? നമ്മുടെ സെറിബ്രത്തിന്റെ താഴെയായിട്ടാണ്. അതുപോലെ സെറിബെല്ലത്തിന്റെ സൈഡിലായിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. എന്താണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഇത് എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? ഇൻവോളണ്ടറി ആക്ഷൻസ്. എന്താണ് ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ? വോളണ്ടറി എന്തായിരുന്നു? നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഇൻവോളണ്ടറി. അതായത് നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതുപോലെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, അതായത് ഹാർട്ട് ബീറ്റ് ആണെങ്കിലും ബ്രീത്തിങ് ഒക്കെ ആണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫിഗറിൽ എവിടെയാണ് മെഡുല്ല ഒബ്ലങ്കേറ്റ വരുന്നതെന്ന് നോക്കാം. ഓക്കെ അല്ലേ? മെഡുല്ല ഒബ്ലങ്കേറ്റ ഇവിടെയാണ് നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ വരുന്നത്. എവിടെയാണ് ഇത്? നമ്മളിത് സെറിബ്രത്തിന്റെ താഴെയായിട്ടാണ് ആരുള്ളത്? മെഡുല്ല ഒബ്ലങ്കേറ്റ ഉള്ളത്. അതുപോലെ സെറിബെല്ലത്തിന്റെ ഈ ഒരു സൈഡായിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ. തെറ്റിക്കരുത്, ലാബിലൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തലാമസ് ആണ്. തലാമസ് എന്താണ്? തലാമസ് എവിടെയാണ് ഇത് കാണുന്നത്? ഇത് കാണുന്നത് നമ്മുടെ സെറിബ്രത്തിന്റെ താഴെയായിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ തലാമസ് കാണുന്നത്. തലാമസ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം. ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ്. എന്താണ്? സെറിബ്രത്തിന്റെ താഴെയായിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ തലാമസ് കാണുന്നത്. നെക്സ്റ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. ഇമ്പൾസസ് എവിടേക്ക് പോകുന്നുണ്ട്? നമ്മുടെ സെറിബ്രത്തിലേക്ക് പോകുന്നുണ്ട്. ടു ആൻഡ് ഫ്രം ഇങ്ങോട്ടും വരുന്നുണ്ട്, അതുപോലെ അങ്ങോട്ടേക്കും പോകുന്നുണ്ട്. അത് റിലേ സ്റ്റേഷൻ ആയിട്ട് ആരെ ആക്ട് ചെയ്യുന്നുണ്ട്? അവിടെ നമ്മുടെ തലാമസ് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻഡ് ദ ഇമ്പോർട്ടന്റ് വൺസ് ടു ദ സെറിബ്രം. അതായത് നമുക്ക് ഇമ്പൾസസ് കുറെ വരുന്നുണ്ട്. നമ്മുടെ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഇമ്പൾസസ് വരുന്നുണ്ട്. അത് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാധനം മാത്രമായിരിക്കും അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സെറിബ്രത്തിന് അയച്ചു കൊടുക്കുന്നത്. ആരാണ്?
നമ്മുടെ തലാമസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തലാമസ് ആണ്. തലാമസ് എവിടെയാണ് കാണുന്നത്? ഇതാണ് നമ്മുടെ സെറിബ്രം. അതിന്റെ താഴെയായിട്ടാണ് ഇത് കാണുന്നത്, നമ്മുടെ തലാമസ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തലാമസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന്റെ താഴെയാണ് നമ്മുടെ എന്തുള്ളത്? തലാമസ് എന്ന് പറയുന്ന ഭാഗമുള്ളത്. ഫസ്റ്റ് പോയിന്റ് അതാണ്. നെക്സ്റ്റ്, ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. അതായത് നമ്മുടെ സെറിബ്രത്തിന്റെ അകത്തേക്കും ഇമ്പൾസസ് പോകുന്നുണ്ട്, അതുപോലെ പുറത്തേക്കും വരുന്നുണ്ട്. ഇത് റിലേ സ്റ്റേഷൻ പോലെ ആക്ട് ചെയ്യുന്നത് ആരാണ് ഇവിടെ? നമ്മുടെ തലാമസ് ആണ് ഇവിടെ റിലേ സ്റ്റേഷൻ പോലെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് third point, analyzes impulses from various parts of the body and send the important ones to cerebrum. അതായത് നമ്മുടെ various parts of the body, നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പൾസസ് വരുന്നുണ്ട്. അതിനെ അനലൈസ് ചെയ്യുകയും അതിൽ ഇമ്പോർട്ടൻറ്റ് വൺസിനെ സെൻഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ തലാമസ് ആണ് സെറിബ്രത്തിനോട്ട് സെൻഡ് ചെയ്യുന്നത്. അവിടേക്കാണ് നമ്മുടെ ഇമ്പൾസസ് എത്തുക. അത് സെൻഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ തലാമസ് ആണ് സെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് പാർട്ട് എന്താണ്? നമ്മുടെ തലാമസിന്റെ താഴെ കാണുന്നൊരു ഭാഗം ഉണ്ടല്ലോ, എന്താണ് അതിനെ പറഞ്ഞത്? ഹൈപ്പോ തലാമസ്. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഹൈപ്പോ തലാമസ്, അതാണ് നമ്മൾ നെക്സ്റ്റ് പാർട്ട് പറയുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. തലാമസിന്റെ താഴെയാണ് എന്ത് കാണുന്നത്? ഹൈപ്പോ തലാമസ്. നെക്സ്റ്റ് പോയിന്റ്, പ്ലേസ് എ മേജർ റോൾ ഓഫ് മെയിൻ്റെനൻസ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസിസ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഹോമിയോസ്റ്റാറ്റിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഒരു പാർട്ടും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. പേരിൽ തന്നെയുണ്ട്. ഹൈപ്പോ തലാമസ് എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുക? നമ്മുടെ തലാമസിന്റെ തൊട്ട് താഴെയാണ് എന്തുള്ളത്? നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് ഉള്ളത്. എന്താണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിലോ ദ തലാമസ്. നമ്മുടെ തലാമസിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. എന്താണ് നെക്സ്റ്റ് പോയിന്റ്? പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റെനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർഗാനിസത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി ആണ്. അതിന്റെ ഇമ്പോർട്ടന്റ് റോൾ ആര് വഹിക്കുന്നുണ്ട്? നമ്മുടെ ഹൈപ്പോ തലാമസ് വഹിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ പാർട്സ് ഓഫ് ബ്രെയിനെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമന്റ്സിൽ എല്ലാവരും ഒന്ന് തംസ് അപ്പ് ഒന്ന് പോസ്റ്റ് ചെയ്തേ, നോക്കട്ടെ എത്ര പേർക്ക് ഇത് പാർട്സ് ഓഫ് ദി ബ്രെയിൻ മനസ്സിലായെന്ന്. അങ്ങനെ പാർട്സ് ഓഫ് ബ്രെയിൻ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് പഠിക്കാൻ പോകുന്നത്? നമ്മുടെ സ്പൈനൽ കോഡ് ആണ്. എന്താണ് ഈ സ്പൈനൽ കോഡ് എന്ന് വെച്ചാൽ? സ്പൈനൽ കോഡ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂഷൻ ഓഫ് മെഡുല്ല ഒബ്ലങ്കേറ്റ. നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ് ആര്? നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ അല്ലേ? എന്താണ് മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറയുന്നത്? നമ്മുടെ ബ്രെയിനിന്റെ ഒരു പാർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ആര്? നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം. അതായത് നമ്മുടെ ബ്രെയിനിന്റെ കേസിൽ എന്ത് പറഞ്ഞു? സ്കള്ള് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്പൈനൽ കോഡിന്റെ കേസിൽ എന്താണ്? വെർട്ടിബ്രൽ കോളം. ഇതുകൊണ്ടാണ് അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ദ ബ്രെയിൻ, ദ സ്പൈനൽ കോഡ് ഈസ് ഓൾസോ കവർഡ് ബൈ മെനിഞ്ചസ്. അവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? 3 ലെയർഡ് മെംബ്രെയിൻ പറഞ്ഞിട്ടുണ്ട്, മെനിഞ്ചസ്. ഇവിടെയും സ്പൈനൽ കോഡിൽ എന്തുണ്ട്? നമ്മുടെ മെനിഞ്ചസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ദ സെൻട്രൽ കനാൽ ഈസ് സീൻ ഇൻസൈഡ് ദ സെന്റർ ഓഫ് സ്പൈനൽ കോഡ്. അതിന് മിസ് ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ക്രോസ് സെക്ഷൻ. ഇതിന്റെ സെന്റർ ആയിട്ട് കാണുന്ന ഈ ഒരു പാർട്ടില്ലേ, അതിനാണ് നമ്മൾ ഈ ഒരു പാർട്ടില്ലേ, ഇതിനാണ് നമ്മൾ എന്താ പറയുക? സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ സെന്ററുള്ള ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്? ഒരു ഫ്ലൂയിഡ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡിന്റെ പേരാണ് നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നമ്മൾ ഇത് എവിടെ പഠിച്ചിട്ടുണ്ട്? ബ്രെയിനിന്റെ കേസിലും ഈ ഒരു ഫ്ലൂയിഡ് പഠിച്ചിട്ടുണ്ട്. ഇതേ ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നെക്സ്റ്റ്, ഇൻ ദ സ്പൈനൽ കോഡ് വൈറ്റ് മാറ്റർ ഈസ് സീൻ ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഈസ് സീൻ ഇൻസൈഡ്. അതായത് ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ ഇവിടെ ഗ്രേ പാർട്ടില്ലേ, ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഔട്ട്സൈഡ് കാണുന്ന ഒരു സാധനമില്ലേ, ഇതാണ് നമ്മുടെ വൈറ്റ് മാറ്റർ. ഗ്രേ കളർ കാണുന്ന സാധനമാണ് നമ്മുടെ ഗ്രേ മാറ്റർ. അതുപോലെ ഔട്ട്സൈഡ് കാണുന്ന ഈ ഒരു പാർട്ടാണ് നമ്മുടെ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഇൻ ദ സ്പൈനൽ കോഡ് വൈറ്റ് മാറ്റർ ഈസ് സീൻ ഔട്ട്സൈഡ്. വൈറ്റ് മാറ്റർ എവിടെയാണ് കാണുന്നത്? പുറത്താണ് കാണുന്നത്. അതുപോലെ ഗ്രേ മാറ്റർ എവിടെയാണ് കാണുന്നത്? ഇൻസൈഡ്. ഇവിടെയാണ്, ഇൻസൈഡ് ആണ് നമ്മുടെ ഗ്രേ മാറ്റർ ഉള്ളത്. എങ്ങനെ ആലോചിച്ച് വെക്കും? ആ ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക.
ഒന്ന് ഓർത്ത് വെക്കുക. ആ ഫിഗറിൽ എവിടെയാണ് ഗ്രേ കാണുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ നമുക്ക് അതിന്റെ ആൻസേഴ്സ് പെട്ടെന്ന് കിട്ടും. ആ ഫിഗർ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ആ ഫിഗർ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം. അതിന് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ആ ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് ഈ ഫിഗർ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സെന്റർ പാർട്ടാണ് നമ്മൾ സെന്റർ കനാൽ ഗ്രേ മാറ്റർ എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു ഗ്രേ പാർട്ട് കാണുന്നതാണ് നമ്മുടെ ഗ്രേ മാറ്റർ. ഇതിന്റെ ഔട്ട് സൈഡ് എന്താണ്, നമ്മുടെ വൈറ്റ് മാറ്റർ ആണ്. ഇതാണ് നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സ്പൈനൽ നെർവ്സ് ആണ്. എന്താണ് ഈ സ്പൈനൽ നെർവ്സ്? നമ്മൾ എവിടെയോ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ പെറിഫറൽ നെർവസ് സിസ്റ്റം പറയുന്ന സമയത്ത് പറഞ്ഞായിരുന്നു ക്രാനിയൽ നെർവ്സ് അതുപോലെ സ്പൈനൽ നെർവ്സ്. അതിന്റെ പേഴ്സും കൂടി മിസ് പറഞ്ഞു തന്നായിരുന്നല്ലോ. എത്രയാണ് നമ്മുടെ ക്രാനിയൽ നെർവ്സിന്റെ പേർ എന്ന് പറയുന്നത്? 12 ആണ്. അതുപോലെ സ്പൈനൽ നെർവ്സ് എത്രയാണ്? 31 ആണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്രാനിയൽ നെർവ്സ് ഇസ് ഈക്വൽ ടു 12 പേഴ്സ്, സ്പൈനൽ നെർവ്സ് ഇസ് ഈക്വൽ ടു ഡാഷ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് എഴുതണം? 31 പേഴ്സ് എന്ന് എഴുതണം. മാറിപ്പോകരുത്. സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, സ്പൈനൽ നെർവ്സ് അതിന്റെ ഫസ്റ്റ് പോയിന്റ് തന്നെ അതാണ്. There are 31 pairs of spinal nerves arising from the spinal cord. എത്ര പേഴ്സ് ആണ്? 31 പേഴ്സ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, the dorsal root and ventral root join to form spinal nerves. എങ്ങനെയാണ് സ്പൈനൽ നെർവ്സ് ഫോം ചെയ്യുന്നത്? അതായത് നമ്മുടെ ഡോർസൽ റൂട്ട് ഉണ്ട്, ഇതിന്റെ വെൻട്രൽ റൂട്ട് ഉണ്ട്. ഇത് ടുഗെദർ ആണ് എന്ത് ഫോം ചെയ്യുന്നത്? സ്പൈനൽ നെർവ്സ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, സെൻസറി ഇമ്പൾസസ് റീച്ചസ് ദ സ്പൈനൽ കോഡ് ത്രൂ ഡോർസൽ റൂട്ട്. ഇതാണ് നമ്മുടെ ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്. എവിടെയാണ്? ഇതാണ് നമ്മുടെ ഡോർസൽ റൂട്ട്. നമ്മുടെ സെൻസറി ഇമ്പൾസസ് എവിടേക്ക് എത്തുന്നുണ്ട്? സ്പൈനൽ കോഡിലേക്ക് എത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? അത് നമ്മുടെ ഡോർസൽ റൂട്ട് വഴിയാണ് എത്തുന്നത്. നെക്സ്റ്റ്, motor impulses go out of spinal cord through ventral root. എന്താണ് നമ്മുടെ വെൻട്രൽ റൂട്ട് എന്ന് പറഞ്ഞാൽ? ഇതാണ് നമ്മുടെ വെൻട്രൽ റൂട്ട് എന്ന് പറഞ്ഞത്. അതായത് നമ്മളെ സ്പൈനൽ കോഡിന് ഔട്ട്സൈഡ് ഇമ്പൾസസ് പോകില്ലേ, അതായത് നമ്മുടെ മോട്ടോർ ഇമ്പൾസസ് അതെങ്ങനെയാ പോകുന്നത്? നമ്മുടെ വെൻട്രൽ റൂട്ട് വഴിയാണ് പോകുന്നത്. Okay, next, impulses from different parts of the bodies are transmitted to and from the brain through spinal cord. നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എങ്ങനെയാണ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഒന്ന് നോക്കിയേ. ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ത്രൂ സ്പൈനൽ കോഡ്. നമ്മുടെ ബ്രെയിനിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? നമ്മുടെ സ്പൈനൽ കോഡ് ത്രൂ ആണ് എത്തുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ കോർഡിനേറ്റ്സ് ദ റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ലൈക്ക് റണ്ണിങ് ആൻഡ് വാക്കിംഗ്. റണ്ണിങ്ങും വാക്കിംഗ് ഒക്കെ റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ആണ്, നമ്മൾ റിപ്പീറ്റ് ആയി ചെയ്യുന്ന മൂവ്മെന്റ്സ് ആണ്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ സ്പൈനൽ നെർവ്സ് ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനി ചെറിയൊരു ടിപ്പ് ഉണ്ട്, അതായത് നമ്മുടെ സെൻസറി ഇമ്പൾസസ്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. എന്താ നമ്മുടെ ഇമ്പൾസസ് എവിടേക്ക് റീച്ച് ചെയ്യുന്നത്? സ്പൈനൽ കോഡിലേക്ക് റീച്ച് ചെയ്യുന്നതാണ് സെൻസറി ഇമ്പൾസസ്. അത് ഏത് വഴിയാണ്? ഡോർസൽ റൂട്ട് ആണ്. അതായത് നമ്മൾ മറക്കാൻ ചാൻസ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യും? മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ മോട്ടോർ ഇമ്പൾസസും അതുപോലെ സെൻസറി ഇമ്പൾസസും മാറി എഴുതാൻ ചാൻസ് ഉണ്ട്. അതിന്റെ റൂട്ടിൽ നിന്ന് മാറി എഴുതാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ ഓർത്ത് വെക്കും? ST നമുക്കറിയാലോ, ST കാർഡില്ലടാ, അതൊന്ന് ഓർത്ത് വെക്കാം. ഇതിൽ S എന്താണ്? സെൻസറി ഇമ്പൾസസ്. D എന്താണ്? ഡോർസൽ റൂട്ട്. മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളത് എന്താണ്? നമ്മുടെ മോട്ടോർ ആണ്, മോട്ടോർ ഇമ്പൾസസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡോർസൽ ആണെങ്കിൽ നെക്സ്റ്റ് എന്താണ് വരുന്നത്? വെൻട്രൽ ആണ്. ഓക്കെ, ഈ ST ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് കിട്ടും. അതായത് നമ്മുടെ സെൻസറി ഇമ്പൾസസ് ആരാണ് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നത്? നമ്മുടെ ഡോർസൽ റൂട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ മോട്ടോർ ഇമ്പൾസസ് ആരാണ് എത്തിക്കുന്നത്? വെൻട്രൽ റൂട്ട് ആണ്. ഇത് മാറിപ്പോകാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് മിസ് SDയുടെ കാര്യം പറഞ്ഞത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സ് ആക്ഷൻ ആണ്. അതായത് നമ്മുടെ കാലിലൊരു മുള്ളു കയറുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കാലൊന്ന് വിഡ്രോ ചെയ്യും. അതാണ് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും? കാല് മുള്ളു ജസ്റ്റ് കൊള്ളുന്ന സമയത്ത് തന്നെ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യും? കാല് അങ്ങോട്ട് വിഡ്രോ ചെയ്യും. നമ്മുടെ കാല് നമ്മൾ വിഡ്രോ ചെയ്യും. എന്തുകൊണ്ട്? നമുക്കൊരു പെയിൻ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണ്? നമ്മുടെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല, അതായത് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മളൊരു തേനീച്ച വന്ന് കുത്തുകയാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൈ പെട്ടെന്ന് വിഡ്രോ ചെയ്യും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് ആ ഒരു വേദന കൊണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഇറ്റ് ഇസ് ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ്. അതായത് നമ്മൾ മനഃപൂർവ്വം അല്ലാത്തത്, മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മനഃപൂർവ്വം അല്ലാത്തത് ഒരു റെസ്പോൺസ് ചെയ്യുന്നത്. എന്തിനോട്? ടുവാർഡ്സ് സ്റ്റിമുലി. നമുക്ക് അവിടെ ഒരു പെയിൻ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വിഡ്രോ ചെയ്യും.
ആൻഡ് ദിസ് ഈസ് കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? റിഫ്ലെക്സ് ആക്ഷൻ. അതായത് നമ്മുടെ കാലിലൊന്ന് മുള്ളു കയറുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കാലൊന്ന് വിഡ്രോ ചെയ്യും. അല്ലെങ്കിൽ നമ്മളെ തേനീച്ച വന്ന് കുത്തുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? കൈ പെട്ടെന്ന് വിഡ്രോ ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ കൈ വിഡ്രോ ചെയ്യുന്നത്? നമുക്ക് പെയിൻ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മനഃപൂർവ്വം കൈ വിഡ്രോ ചെയ്യുന്നതല്ല, നമുക്കൊരു പെയിൻ ഫീൽ ചെയ്യുന്നത്, നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുക? റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ? ദ ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവാർഡ്സ് സ്റ്റിമുലൈ ആർ കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻ. എന്താണ്? നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ ഇൻവോളണ്ടറി, നമ്മൾ മനഃപൂർവ്വം അല്ലല്ലോ, നമുക്കൊരു പെയിൻ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിഡ്രോ ചെയ്യുന്നത്. അതാണ് എന്ത്? നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിസ് ഒരു പിക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച്. ഇതാണ് പിക്ചർ. ഇവിടെ എന്താണ് കാണുന്നത്? ഒരു കാൻഡിൽ ഉണ്ട്, അത് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാൻഡിലേക്ക് നമ്മുടെ വിരലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു പെയിൻ ഫീൽ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അത് വിഡ്രോ ചെയ്യും. അതായത് ഇതാണ് നമ്മുടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിരലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ റിസപ്റ്റേഴ്സിൽ എന്ത് സംഭവിക്കും? അവരെന്ത് ചെയ്യും? ജനറേറ്റ് ഇമ്പൾസസ്. ഇമ്പൾസസ് എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. അതാണ് ആരുടെ ഡ്യൂട്ടി? നമ്മുടെ റിസപ്റ്റേഴ്സിന്റെ ഡ്യൂട്ടി. നെക്സ്റ്റ് സെൻസറി ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസസ് ടു സ്പൈനൽ കോഡ്. ആര് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ റിസപ്റ്റേഴ്സ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇമ്പൾസസിന് എന്ത് ചെയ്യിക്കണം? സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് നമ്മുടെ സെൻസറി ന്യൂറോൺ. അതാണ് അത് ചെയ്യുന്നത്. അതായത് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സ്പൈനൽ കോഡ്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർ ന്യൂറോൺ. ദ ന്യൂറോൺ ദാറ്റ് കണക്ട്സ് ദ സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. അതായത് ഇന്റർ ന്യൂറോൺ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ മോട്ടോർ ന്യൂറോണിനെയും സെൻസറി ന്യൂറോണിനെയും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് നമ്മുടെ ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇതിന്റെ ഡ്യൂട്ടി എന്താണ്? ഇറ്റ് ജനറേറ്റ് ക്വിക്ക് റെസ്പോൺസസ് അക്കോർഡിംഗ് ടു സെൻസറി ഇമ്പൾസസ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ക്വിക്ക് റെസ്പോൺസസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്റർ ന്യൂറോൺ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോട്ടോർ ന്യൂറോൺ. നമ്മുടെ ഇമ്പൾസസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പൈനൽ കോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മാത്രം ചെയ്തിട്ട് കാര്യമുണ്ടോ? എന്ത് ചെയ്യണം? നമുക്ക് മസിലിനും കൂടി അറിയണം ഈ ഒരു ഇമ്പൾസസ് എവിടത്തേക്ക് പാസ് ചെയ്യണം. നമ്മുടെ മസിലിലോട്ടും കൂടി പാസ് ചെയ്യണം. അതാണ് നമ്മുടെ മോട്ടോർ ന്യൂറോൺ ചെയ്യുന്നത്. carries the information from spinal cord to related muscle. നമ്മുടെ റിലേറ്റഡ് മസിലേക്ക് ആരാണ് ഇൻഫോർമേഷൻസ് എത്തിക്കുന്നത്? അത് നമ്മുടെ മോട്ടോർ ന്യൂറോൺ ആണ്. ആ സമയത്ത് എന്ത് ചെയ്യും? അതായത് നമ്മുടെ റിലേറ്റഡ് മസിൽ എന്ത് ചെയ്യും? വിഡ്രോസ് ദ ഹാൻഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് മസിൽസ്. അതായത് നമ്മുടെ ആക്ഷൻസ് ഓഫ് മസിൽസ് കൊണ്ട് തന്നെ നമ്മുടെ കൈ എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. നമ്മുടെ ഹാൻഡ് എന്ത് ചെയ്യും? നമ്മൾ വിഡ്രോ ചെയ്യും. അതാണ് ഇതിലൂടെ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിഫ്ലെക്സ് ആർക്ക് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് റിഫ്ലെക്സ് ആക്ഷൻ. അതിന്റെ പാത്വേനാണ് നമ്മൾ എന്ത് പറയാ? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയാ. റിഫ്ലെക്സ് ആർക്ക് ഈസ് ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലെക്സ് ആക്ഷൻ. അതായത് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷന്റെ ആ ഇമ്പൾസസ് ട്രാവൽ ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയാ. മെയിൻലി സ്പൈനൽ കോഡ് ആക്ട് ആസ് എ സെന്റർ ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് സച്ച് റിഫ്ലെക്സസ് ആർ കോൾഡ് സ്പൈനൽ റിഫ്ലെക്സസ്. അതായത് നമ്മുടെ സ്പൈനൽ കോഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിഫ്ലെക്സ് ആക്ഷന്റെ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിഫ്ലെക്സിന് നമ്മൾ എന്ത് പറയും? സ്പൈനൽ റിഫ്ലെക്സസ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പൈനൽ റിഫ്ലെക്സസ് എന്ന് പറയാ. ബട്ട് ഓൾ റിഫ്ലെക്സസ് ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്പൈനൽ കോഡ്. എല്ലാ റിഫ്ലെക്സസും നമ്മുടെ സ്പൈനൽ കോഡിന്റെ കൺട്രോൾ ആവണമെന്നില്ല. ചിലത് അങ്ങനെയല്ല. ഓക്കെ അല്ലേ? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഡോണ്ട് വി ബ്ലിങ്ക് അവർ ഐസ് വെൻ ലൈറ്റ്സ് സഡൻലി ഫാൾ ഓൺ യുവർ ഐസ് ഓർ ഈവൻ ഒബ്ജക്ട്സ് മൂവ് ടുവാർഡ്സ് ദം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് തട്ടുവാണ്, നമ്മൾ എന്ത് ചെയ്യും? കണ്ണ് ഇങ്ങനെ ഒന്ന് ബ്ലിങ്ക് ചെയ്യും. അല്ലെങ്കിൽ ഒരു സാധനം പെട്ടെന്ന് നമ്മുടെ കണ്ണിന്റെ അടുത്തേക്ക് വരുവാണ്, നമ്മൾ എന്ത് ചെയ്യും? കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യും. ഇത് എന്തിന്റെ കൺട്രോൾ നടക്കുന്നതല്ല? സ്പൈനൽ കോഡിന്റെ കൺട്രോളിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല. അതായത് എന്തിന്റെ കൺട്രോളിലായിരിക്കും? ദിസ് ഈസ് ഓൾസോ എ റിഫ്ലെക്സ് ആക്ഷൻസ്. പക്ഷേ എന്തിന്റെ കൺട്രോളല്ല? നമ്മുടെ സ്പൈനൽ കോഡിന്റെ കൺട്രോളിലല്ല. സച്ച് റിഫ്ലെക്സസ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സെറിബ്രം. ഇത് എന്തിന്റെ കൺട്രോളിലാണ്? സെറിബ്രത്തിന്റെ കൺട്രോളിലാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് പറയും? സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് പറയും. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ കൺട്രോളിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ സ്പൈനൽ
റിഫ്ലെക്സസ് എന്ന് പറയും. അതുപോലെ സെറിബ്രത്തിന്റെ കൺട്രോളിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? സെറിബ്രൽ റിഫ്ലെക്സസ് എന്ന് പറയും. അതാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആണ്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആണ്. അത് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് അവർ സിമ്പത്തറ്റിക് സിസ്റ്റം, അനദർ ഈസ് അവർ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അതാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ, സിമ്പത്തറ്റിക് സിസ്റ്റവും മറ്റൊന്ന് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഇനി മിസ് ഒരു കേസ് പറഞ്ഞുതരാം. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കാണുവാണ്, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും, അതാണ് നമ്മൾ ഇതിൽ എഴുതുക സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ. അതായത് നമുക്കൊരു എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ കുറെ ചേഞ്ചസ് വരുന്നുണ്ട്, അതാണ് നമ്മൾ സിമ്പത്തറ്റിക്കിൽ വരിക. പാരാസിമ്പത്തറ്റിക്കിന്റെ കേസിൽ എന്താണ്, നമ്മൾ നോർമലി എങ്ങനെയാണ് ഉള്ളത്, നമ്മൾ നോർമലി എങ്ങനെയാണ് നമ്മുടെ ബോഡി ഉള്ളത്, അതാണ് നമ്മൾ പാരാസിമ്പത്തറ്റിക്കിൽ വരിക. അതാണ് ആലോചിക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. അതായത് സിമ്പത്തറ്റിക് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ സ്നേക്കിനെ കണ്ടൊരു ഫീൽ ഓർക്കണം. ഓക്കെ, പാരാസിമ്പത്തറ്റിക് വെച്ചാൽ നമ്മൾ നോർമൽ ആണ്, പാരാസിമ്പത്തറ്റിക്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉള്ളത് ഒന്ന് നോക്കിയാലോ. ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡയലേറ്റ്സ്. അതായത് നമ്മൾ പാമ്പിനെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പേടി തോന്നും. അപ്പൊ നമ്മുടെ കണ്ണ് എന്താവും, ഒന്ന് വിടരും. ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡയലേറ്റ്സ്. പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്. അതായത് നമ്മുടെ ഉമിനീരിന്റെ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കുറയും. ട്രക്കിയ എക്സ്പാൻസ്. ട്രക്കിയ എന്ത് ചെയ്യും, ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും, ഒന്ന് കൂടും. അതായത് നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റ് അല്ല നമ്മൾ പാമ്പിനെ കാണുമ്പോൾ ഉണ്ടാവില്ല. നമുക്കൊന്ന് പേടിയാകുമ്പോൾ എന്താവും, നമുക്ക് എന്ത് തോന്നും, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് കൂടും. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ. അതായത് നമ്മുടെ സ്റ്റൊമക്കിലെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. നെക്സ്റ്റ്, ഗ്ലൈക്കോജൻ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്ലൈക്കോജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പെരിസ്റ്റാലിസിസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ സ്ലോ ഡൗൺ. അതായത് പെരിസ്റ്റാലിസിസ് വെച്ചാൽ എന്താണ്, ഇറ്റ്സ് എ മൂവ്മെന്റ് ഓഫ് ഫുഡ് ഇൻ എലിമെന്ററി കനാലാണ്, നയനത്തിൽ പഠിച്ചതാണ്. അതിന്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യും, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ യൂറിനറി ബ്ലാഡർ ഒന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരിക. ഒന്ന് ഓർത്ത് വെക്കുക. നമ്മളെ സ്നേഹിക്കിനെ കാണുമ്പോൾ നമ്മളുടെ റിയാക്ഷൻസ് ആണ് നമ്മുടെ സിമ്പത്തറ്റിക്കിൽ വരിക, മറക്കരുത്. ഇനി നെക്സ്റ്റ് പാരാസിമ്പത്തറ്റിക്. അതായത് ഈ ഒരു പറഞ്ഞ കാര്യത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അവിടെ വരിക. ദ പ്യൂപ്പിൾ ഇൻ ദ ഐ കോൺട്രാക്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൃഷ്ണമണി കോൺട്രാക്ട് ആണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഡൈലേറ്റ് ആണ് ചെയ്യുന്നത്. ഇവിടെ കോൺട്രാക്ട് ആണ് ചെയ്യുന്നത്. ദ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. നമ്മുടെ ഉമിനീരിന്റെ പ്രൊഡക്ഷൻ ഒന്ന് കൂടും. നെക്സ്റ്റ്, ട്രക്കിയ കോൺട്രാക്ട്. ട്രക്കിയ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ എക്സ്പാൻഡ് ആണ് ചെയ്തത്, ഇവിടെ കോൺട്രാക്ട് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹാർട്ട് ബീറ്റ് ബിക്കംസ് നോർമൽ. നമ്മുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ്, നോർമൽ ആയിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ്, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ആർ ഓൾസോ നോർമൽ. അതും എന്താണെന്നുണ്ട്, അത് നോർമൽ ആണ് ചെയ്യുന്നത്, നോർമൽ ആയിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ്, ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജൻ. അവിടെ ഗ്ലൈക്കോജൻ ആണ് ഗ്ലൂക്കോസ് ആയത്, ഇവിടെ എന്താണ്, ഗ്ലൂക്കോസ് ആണ് ഗ്ലൈക്കോജൻ ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ്, പെരിസ്റ്റാലിസിസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻസ് ബിക്കം നോർമൽ. പെരിസ്റ്റാലിസിസ് ഓൾറെഡി പറഞ്ഞതാണ്, അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇവിടെ നോർമൽ ആണ്. നെക്സ്റ്റ്, യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട്. യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അതായത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റത് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സൈഡിൽ ഉള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് കൃത്യമായി പഠിക്കാം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സൈഡിൽ വരിക. എല്ലാവരും ഒന്ന് ചില്ലായിരുന്നോളൂ. നമ്മുടെ ചാപ്റ്റർ അങ്ങനെ കംപ്ലീറ്റ് ആവാൻ പോകുന്നു. ഇനി ചെറിയൊരു പാട്ടും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നെർവ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡർ. എ ഹെൽത്തി നെർവ് സിസ്റ്റം is the basis of normal body activities. Even minor defects in the nervous system may cause serious health problems. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞതിന് ചുരുക്കം. നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കുന്നത്, ഡിസീസസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇതാണ് ഡിസീസസ്. അതിൽ ഫസ്റ്റ് വൺ അൾസീമേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഡിസീസ് ആണ് ഈ അൾസീമേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്, അതിന്റെ കോസ് എന്താണ്? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ അക്യുമുലേഷൻ ഓഫ് ഇൻസൊല്യൂബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ബ്രെയിൻ. അതായത് നമ്മുടെ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസിന് എന്ത് സംഭവിക്കുന്നുണ്ട്, അതായത് ഇൻസൊല്യൂബിൾ ആയ പ്രോട്ടീൻസ് അടിഞ്ഞു കൂടുന്നുണ്ട്. ആ സമയത്ത് എന്താവും, നമ്മുടെ ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. നമ്മുടെ ന്യൂറോൺസ് എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുക, അൾസീമേഴ്സ് ഉണ്ടാവുക. അതിന്റെ സിംറ്റംസ് ഒന്ന് നോക്കിയാലോ. ലോസ് ഓഫ് മെമ്മറി, inability to recognize friends and relatives, inability to do daily routine works. അതായത് നമ്മുടെ ഡെയിലി ചെയ്യുന്ന റുട്ടീൻ
റൂട്ടീൻ വർക്ക്സ് പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. അതുപോലെ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ ഫ്രണ്ട്സിനാണെങ്കിൽ നമുക്ക് അറിയാനുള്ള സാധ്യത, നമുക്ക് മെമ്മറി ഒക്കെ എല്ലാം ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരെയും തിരിച്ചറിയാനുള്ള കഴിവ് എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അൽസീമേഴ്സിന്റെ സിംറ്റംസ് വരിക. നെക്സ്റ്റ് പാർക്കിൻസൺ. എന്താണ് പാർക്കിൻസൺ, എങ്ങനെയാണ് അത് കോസ് ചെയ്യുന്നത് നോക്കിയാലോ. ഡിസ്ട്രക്ഷൻസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ, നമ്മളെ ബ്രെയിനിലെ ഗാംഗ്ലിയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പ്രൊഡക്ഷൻസ് ഓഫ് ഡോപ്പമൈൻ, എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗെറ്റ് ഡിസ്ട്രോയിഡ്. അതായത് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ പറയുന്ന സമയത്ത് 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പറഞ്ഞായിരുന്നല്ലോ, അസറ്റൈൽ കൊളൈനും അതുപോലെ ഡോപ്പമൈൻ. അതിന്റെ പ്രൊഡക്ഷൻ, അതായത് ഡോപ്പമൈന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ആ സമയത്താണ് എന്ത് സംഭവിക്കുക, പാർക്കിൻസൺ ഉണ്ടാവുക. നെക്സ്റ്റ് അതിന്റെ സിംറ്റംസ് നോക്കിയാലോ. ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ്, ഷിവറിംഗ് ഓഫ് ബോഡി, പ്രൊഫ്യൂസ് സാലിവേഷൻ. ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. നമുക്ക് ബോഡി ബാലൻസ് നഷ്ടപ്പെടുക, അതുപോലെ എന്ത് ചെയ്യുക, ഷിവറിങ് നടക്കുക, പ്രൊഫ്യൂസ് സലൈവേഷൻ നടക്കുക, ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ്, നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്യുക, ഇറഗുലർ ആവുക. ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എപ്പിലിപ്സി, കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ചാർജിന്റെ ഫ്ലോ, അതായത് ഓവർഫ്ലോ അല്ലെങ്കിൽ നമ്മൾ ഇറഗുലർ ഫ്ലോ കൊണ്ടാണ് എന്ത് സംഭവിക്കുക, എപ്പിലെപ്സി ഉണ്ടാവുക. അതിന്റെ സിംറ്റംസ് നോക്കിയാലോ. അതായത് എപ്പിലെപ്സി ഡ്യൂ ടു ദ കണ്ടിന്യൂസ് മസ്കുലർ കോൺട്രാക്ഷൻ, ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്, ക്ലെൻസിങ് ഓഫ് ദ ടീത്ത് ആർ ഫോളോയിങ് വിച്ച് ദ പേഷ്യന്റ് ഫോൾസ് അൺകോൺഷ്യസ്. അതായത് ഫ്രോത്തി ഡിസ്ചാർജ് വെച്ചാൽ വൈറ്റ് ഒരു എന്ത് ചെയ്യുക, ഒരു ബബിൾ പോലത്തെ ഒരു സാധനം നമ്മളെ മൗത്തിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക. അതുപോലെ ക്ലെൻസിങ് ഓഫ് ടീത്ത്, നമ്മുടെ പല്ല് ഒന്ന് ഇങ്ങനെ ക്ലെൻസ് ചെയ്യുക, അതായത് നമ്മളിങ്ങനെ കടിച്ചു പിടിക്കുക, ആ ഒരു അവസ്ഥയാണ്. പിന്നെ എന്താണ്, പിന്നീട് ലാസ്റ്റ് ആ പേഷ്യന്റ് എന്ത് ചെയ്യും, അൺകോൺഷ്യസ് ആയിട്ട് ഫാൾ ചെയ്യും. അങ്ങനെയാണ് അതിന്റെ സിംറ്റംസ് വരിക. ഈ ഒരു ഡിസീസസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്യും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരും. ഈ ഒരു ബോക്സ് തന്നെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന രീതിയിൽ തരുന്നതായിരിക്കാം എക്സാമിന്. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം, പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാർ ഇട്ട് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്, ഈ ചാപ്റ്റർ ഒന്ന് മൊത്തത്തിലൊന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, മാക്സിമം ഒന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രെസ് ചെയ്തിട്ട് പറഞ്ഞ കുറച്ച് ഏരിയസ് ഉണ്ട്, അതെന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്യുക. നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും പഠിക്കട്ടെ. മിസ് എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ.